ഗുഡ് ഈവനിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കൂറ്റൻ മരം കടപുഴകി വീണു. ജലനിരപ്പ് ഉയർന്നതോടെ ഏനാമാവ് ബണ്ട് പൊളിച്ച് വെള്ളമൊഴുക്കിക്കളയാൻ തുടങ്ങി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും തൃശൂരിൽ നിന്ന് സൂരജ് സജിയും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യമുണ്ട്. അലക്സ്, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് അത് പോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ട്. മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകളാണുള്ളത്? കൃഷിനാഥ്, സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അതിശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് ചക്രവാത ചുഴിയായി ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷെ ആ ചക്രവാത ചുഴിയുടെ സ്വാധീനവും സംസ്ഥാനത്ത് ഉണ്ടാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ 2 ദിവസം കൂടി മഴ തുടരും. ഇന്ന് പ്രത്യേകിച്ച് മലയോര മേഖല, പ്രത്യേകിച്ച് രാത്രിയൊക്കെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം എന്നുള്ളതാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ആ അതിശക്തമായ മഴ മലയോര മേഖലകളിലും തുടരാനാണ് സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആ ജില്ലകളിൽ നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതലായി മഴ പെയ്ത ജില്ലകളാണ് മലയോര ജില്ലകളാണ് പത്തനംതിട്ടയും അതുപോലെ ഇടുക്കിയും ഒക്കെ. ഒപ്പം കോട്ടയത്തിന്റെ മലയോര മേഖലയിലും കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങളാണ്. ആ മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. കാരണം കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ എന്ന പ്രതീതിക്കാണ് ഈ മഴ ലഭിക്കുന്നത്. അത് മിന്നൽ പ്രളയം, അതുപോലെ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിലിനൊക്കെ കാരണമാകും എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. നാളെ 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം തുടരുകയാണ്. ആ വിലക്ക് മത്സ്യത്തൊഴിലാളികൾ പാലിക്കണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. കാരണം ചക്രവാത ചുഴിയുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടാണ്. ആ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അത് നാളെയോടെ റമാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിന് സമീപം ഇത് തീവ്ര ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കൃഷിന ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദാണ്. ഇനി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യുണ്ട്. സജോ, കണ്ണൂരും വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറി. മാത്രവുമല്ല, വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ക്രിസ്റ്റീന, കണ്ണൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരമായ സാഹചര്യമാണ്. മഴ മാറി നിൽക്കുകയാണ്. അതേസമയം ഇന്നലെ രാത്രിയും പുലർച്ചെ വരെയും അതിശക്തമായ മഴയായിരുന്നു. വിവിധയിടങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളം താഴ്ഭാഗത്തുള്ള വീടുകളിൽ, പ്രത്യേകിച്ച് കല്ലേരിക്കര ഉൾപ്പെടുന്ന മേഖലയിൽ വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയുണ്ട്. വീടുകളിലേക്ക് ഇരച്ചു കയറുന്ന സ്ഥിതിയുണ്ടായി. വാഹനങ്ങളടക്കം മുങ്ങിപ്പോവുകയും ഒഴുകിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ഇരുചക്ര വാഹനം ഒഴുകിപ്പോകുന്ന അവസ്ഥ വരെയും ഉണ്ടായി. അവിടെ വിമാനത്താവളത്തിന്റെ കല്ലേരിക്കര ഭാഗത്തെ ചുറ്റുമതിൽ ഭാഗം തകർന്നു വീണു. അവിടെ വലിയ തോതിൽ പ്രത്യേകമായ കനാലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ദീർഘകാല ആവശ്യം മുൻനിർത്തി ഒരു ഉയർന്ന ഭാഗത്താണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ആ മേഖലയിൽ നിന്ന് മഴവെള്ളമെല്ലാം ഒരുമിച്ച് കുത്തിയൊലിച്ചെത്തുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയുണ്ട്. അവിടെ കനാലിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം അടക്കം തിരിച്ചടിയായി എന്നാണ് നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതേസമയം പഴശ്ശി ബാരേജിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഉടൻ തന്നെ ഷട്ടറുകൾ ഏത് നിമിഷവും തുറക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മടമ്പത്തെയും ചമതച്ചാലിലെയും RCBകൾ, അതായത് റെഗുലേറ്റർ കം ബ്രിഡ്ജുകളും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തുറക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവയെല്ലാം തുറക്കും. പരിസര പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടെയുണ്ട്. സൂരജ്, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നഗരത്തിൽ വെള്ളക്കെട്ട് പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ കൂറ്റൻ മരം കടപുഴകി വീണു എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ? തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടുണ്ട്, ഇന്നിപ്പോൾ കൂറ്റൻ മരം കടപുഴകി വീണു എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ.
ക്രിസ്ത്യന, തൃശ്ശൂരിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇടിയഞ്ചിറ ബണ്ട് എന്ന് പറയുന്ന മേഖലയിലാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് കോൾപ്പാടങ്ങൾ ഏറെയുള്ള മേഖലയാണ്. ഇവിടെ ഏനാമാവ് ബണ്ട് അല്പസമയം മുമ്പ് തുറന്നിരുന്നു. അതായത് 2 ദിവസമായി പെയ്ത മഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഏനാമാവ് ബണ്ട് തുറന്നിരുന്നത്. അടുത്ത് ഈ ബണ്ടും തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. JCB എല്ലാം കൊണ്ടുവന്ന് മറുതലക്കൽ ഇട്ടിരിക്കുന്ന നമുക്ക് കാണാം. ഈ വെള്ളം വല്ലാതെ ഉയരുന്ന സ്ഥിതിക്ക് ഈ ബണ്ടുകൾ തുറന്നു വിട്ടുകൊണ്ട് ഈ ജലനിരപ്പ് ഉയരാതിരിക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോൾപ്പാടത്തിന്റെ കരയിലൊക്കെ ഒത്തിരി വീടുകളുണ്ട്. ഈ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഈ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറും. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബണ്ടെല്ലാം തുറക്കാനുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടിയഞ്ചിറ എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ബണ്ടും അല്പസമയത്തിനകം തന്നെ തുറക്കും. അതിന് JCB എത്തിച്ചിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട അധികൃതരെല്ലാം തന്നെ അവിടെ സ്ഥലത്തെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ തൃശ്ശൂരിന്റെ കോൾപ്പാടങ്ങളിലുള്ള വിവിധ ബണ്ടുകൾ തുറക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 2 മരങ്ങൾ തൃശ്ശൂരിൽ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനടിയിൽപ്പെട്ട് 2 ഓട്ടോറിക്ഷകൾ നശിച്ചു. അതോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള വിദ്യാർത്ഥി കോർണർ അടക്കം അതിന്റെ അടിത്തറ ഉൾപ്പെടെ ഈ കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ഈ വെള്ളം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബണ്ടുകൾ തുറന്നു വിടുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ക്രിസ്റ്റീന, സംസ്ഥാനത്ത് കനത്ത മഴയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധികളാണ്. ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. 52 സ്ഥാപനങ്ങളിൽ വിൽപ്പന നിർത്തിവെപ്പിച്ചു. 512 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ശരിയാണ്. അലക്സ്, കേരളത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷ്യവിഭവമായി മാറിയ ഷവർമ, ഇത് ഷവർമയ്ക്കല്ല പ്രശ്നം, ഷവർമ ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രശ്നം എന്ന രീതിയിൽ പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ വീണ്ടും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഈ പരിശോധനയ്ക്ക് നിദാനമായത് എന്താണ്? മറ്റു വിവരങ്ങൾ? കൃഷിത ഷവർമ നിർമ്മാണത്തിൽ കടയുടമകൾ മാനദണ്ഡം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഈ പരിശോധന നടത്തിയത്. അത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന വിവിധ ഇടങ്ങളിൽ നിന്ന് പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ 47 സ്ക്വാഡുകളാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത്. 512 ഷവർമ വ്യാപാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തി 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. 108 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും 56 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകിയതായി മന്ത്രി വ്യക്തമാക്കുന്നു. പാഴ്സലിൽ ലേബൽ കൃത്യമായി പതിക്കാതെ വിതരണം നടത്തിയ 40 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായ പരിശോധനകൾ തുടരും എന്നാണ് മന്ത്രി തന്നെ അറിയിക്കുന്നത്. അതേസമയം ഏപ്രിൽ മാസത്തിൽ ആകെ 4545 പരിശോധനകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂർത്തിയാക്കിയതായി വകുപ്പ് പറയുന്നു. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനകളിൽ വിവിധ ഇനത്തിൽ ഏതാണ്ട് 17,10,000 രൂപ പിഴ ഈടാക്കിയതായും വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇത്തരം പരിശോധനകൾ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് വകുപ്പും മന്ത്രിയും വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. തിരുവനന്തപുരം കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തീവെച്ച് നശിപ്പിച്ചു. ഉടമയുടെ പരാതിയിൽ മാറനല്ലൂർ പോലീസ് കേസെടുത്തു. എന്നാണ് കണ്ട മോൻ ഇവിടെ കിടക്കായിരുന്നു. മോൻ ഇങ്ങനെ വണ്ടി കത്തുന്ന ശബ്ദം, ഒരു നല്ല സ്മെല്ലായിരുന്നു. പ്ലാസ്റ്റിക് എരിഞ്ഞ് നാറുന്ന സ്മെല്ലും പൊട്ടിത്തെറിക്കുന്നത് പോലെയൊക്കെ കേട്ടോണ്ട് ചാടി വിളിച്ച് ജനലിൽ കൂടെ നോക്കിയപ്പോൾ വണ്ടി കത്തുന്നു. പെട്ടെന്ന് അമ്മ നമ്മളെ വണ്ടി കത്തണം ഓടി വരികയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നമ്മളെ മനപൂർവ്വം ഉപദ്രവിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ കിടന്നുറങ്ങാൻ കൂടി പേടിയായിരിക്കുന്നു. രാത്രി ജനലിലൊക്കെ കല്ലെടുത്തെറിയുന്നുണ്ട്. എൻ്റെ മോൻ മുകളിലാണ് താമസിച്ചുള്ളത്. മൂത്ത മോനും കുടുംബം ഇവിടെയായിരുന്നു. ഭയങ്കര ശല്യം കാരണം അവരിപ്പോൾ ഇവിടെ നിന്ന് മാറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാണ് ചേരുന്നത്. ഹരി, ഇതിപ്പോൾ കുറേ നാളായി പല രീതിയിലുള്ള ശല്യമുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഓട്ടോറിക്ഷ കത്തിക്കലുമെന്നാണല്ലോ ഈ വീട്ടമ്മ പറയുന്നത്. എന്താണ് ഇത്തരത്തിൽ ഈ വീട്ടുകാരോട് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ക്രിസ്റ്റീന, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ വീട്ടിൽ, അതായത് ഈ ഉഷാകുമാരിയുടെ വീട്ടിൽ, ഈ കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശിനിയാണ്, ഇവരുടെ വീട്ടിൽ അക്രമം ഉണ്ടായിരുന്നു. ഈ സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ വീടിന് നേരെ അക്രമം നടത്തി എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത് എന്ന് പറയുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ കത്തിച്ചത്. ഇത് ഏറെ വൈകിയാണ് ഈ വീട്ടുകാർ അറിഞ്ഞത്. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായ അക്രമത്തിൽ വീട്ടുകാരെ അടക്കം ഉപദ്രവിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന് നൽകുന്ന പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി.
ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മദ്യനയം, ബാർക്കോഴ തുടങ്ങിയ വാർത്തകൾ രാവിലെ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ MP ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പൈസ വാങ്ങി ഇഷ്ടം പോലെ ബാർ ലൈസൻസ് കൊടുക്കുന്നു. മദ്യത്തിന് ക്ഷാമമില്ല എന്ന രീതിയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കേരളം ഇത്രയും അധപ്പതിച്ചു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട എന്നൊരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ പശ്ചിമബംഗാളിൽ BJP നേതാവിൽ നിന്ന് 25 ലക്ഷം രൂപ പിടികൂടി. വെസ്റ്റ് മിഡ്നാപൂരിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് BJP നേതാവ് പ്രശാന്ത ബേരയിൽ നിന്ന് പണം പിടികൂടിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, 3 ദിവസങ്ങൾക്ക് മുമ്പാണ് വെസ്റ്റ് മിഡ്നാപൂരിൽ നിന്ന് തന്നെ മറ്റൊരു BJP നേതാവ് സമിത് മോണ്ടലിൽ നിന്ന് 35 ലക്ഷം രൂപ പിടികൂടിയത്. അതിനുശേഷം അവിടുത്തെ ആ ജില്ലയിലെ SP മാറ്റുന്നു. ഇത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന് ശേഷമാണ് ഇയാളിൽ നിന്ന് പണം പിടിക്കുന്നതെന്ന വിമർശനം വരുന്നു. ഇപ്പോൾ വീണ്ടും അതേപോലൊരു സംഭവം നടന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ക്രിസ്റ്റീന, സമാനമായ സാഹചര്യം തന്നെയാണ്, ഒരു സംഭവം തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ഇതേ മേഖലയിൽ തന്നെ വെസ്റ്റ് മിഡ്നാപൂരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നാളെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കാനിരിക്കെ ഈ മേഖലകളിൽ, വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധനകൾ അടക്കമുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. അതിനിടെയാണ് ഈ മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന BJP നേതാവ് പ്രശാന്ത് ബേരയുടെ വാഹനം പരിശോധിച്ചപ്പോൾ ആ വാഹനത്തിൽ നിന്നും പല കവറുകളിലാക്കിയ നിലയിൽ 25 ലക്ഷത്തോളം രൂപ കണ്ടെത്തിയത്. ഈ പണം എന്തിനു വേണ്ടിയാണ് വാഹനത്തിൽ കൊണ്ടുപോയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾക്കോ മറ്റ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വാഹനവും പണവും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നു. ഈ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ജനങ്ങൾക്ക്, ഈ മേഖലയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായാണ് ഈ പണം BJP കൊണ്ടുപോകുന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. BJP പണം ഒഴുക്കി തെരഞ്ഞെടുപ്പിനെ ജയിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും ജനാധിപത്യം അട്ടിമറിക്കുകയാണെന്ന ആരോപണവുമായി നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസും CPIയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും BJP ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടക്കാനിരിക്കെ ഇത്തരത്തിൽ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ പരിശോധനകൾ ശക്തമാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ക്രിസ്റ്റീന, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ സമാന്തര സർക്കാരാകാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ളവരിൽ ചിലർ തന്നെ തങ്ങളുടെ അധികാരാവകാശങ്ങളെ വിസ്മരിച്ച് അത്തരം അട്ടിമറികൾക്ക് അനായാസമായി നിന്നുകൊടുക്കുകയും ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വരെ ഉയരുന്ന ആക്ഷേപങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിലിട്ട് ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് ലെജിസ്ലേച്ചറിനെ വെല്ലുവിളിക്കുന്നതും മറ്റും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ അട്ടിമറിക്കുന്നതും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമൊക്കെ ഈ അടുത്തിടെ പല ഘട്ടങ്ങളിലായി നാം വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്.
പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ പീഡനക്കേസിൽ രാജ്ഭവന് ഇടക്കാല ആശ്വാസം. 3 ജീവനക്കാർക്കെതിരായ പോലീസ് അന്വേഷണം കൽക്കട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അടുത്ത മാസം 10-ന് കേസ് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഇതൊരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ കണക്കാക്കേണ്ട കാര്യമല്ലേ? അതേപോലെ തന്നെ ഇനി ഏത് രീതിയിലായിരിക്കും ഇതിലുള്ള ഒരു അന്വേഷണം? ക്രിസ്റ്റീന, ഈ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് എതിരായ പീഡന കേസിലുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിനെ തുടർന്നാണ് പശ്ചിമ ബംഗാൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് 3 രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ഗവർണറുടെ OSD അടക്കമുള്ള 3 പേർക്കെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ഇവർ കോടതിയെ സമീപിക്കുന്നത്. തുടർന്നാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ക്കെതിരായ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി. ജസ്റ്റിസ് അമൃത സിൻഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജൂൺ 10-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം ഇതൊരു സങ്കീർണമായ ഒരു കേസാണ്. ഈ കേസുമായി സഹകരിക്കേണ്ടതില്ല എന്ന് ഗവർണർ രേഖാമൂലം തന്നെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ കേസെടുക്കുന്നതിനോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതിനോ ഭരണഘടനാപരമായി കഴിയാത്ത സാഹചര്യമുണ്ട്. ഗവർണർ പദവിക്ക് ഭരണഘടനാപരമായി സംരക്ഷണം ഉള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ കൊൽക്കത്ത പോലീസും നിയമോപദേശം തേടിയിട്ടുണ്ട്. ജീവനക്കാർക്കെതിരായ തുടർ കേസ് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ഈ കേസിന്റെ അന്വേഷണത്തെയും ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. IPL 2ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, ഉയർന്ന ടീം ടോട്ടൽ 3 തവണ തിരുത്തെഴുതിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഒരു ടീമിന്റെ കരുത്ത് ബാറ്റിംഗ് ആണെങ്കിൽ മറ്റൊരു ടീമിന്റേത് ബോളിംഗ് ആണ്. ഇരു ശക്തികളും ഏറ്റുമുട്ടുമ്പോൾ ഇന്നൊരു ജീവൻ മരണ പോരാട്ടമെന്ന് തന്നെ വിളിക്കാമല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഫൈനലിലേക്ക് ആര് യോഗ്യത നേടുന്നു എന്നറിയാനുള്ള പോരാട്ടമാണ്. ക്വാളിഫയർ 2 എന്നാണ് ഇതിന് ഒഫീഷ്യലി പേരെങ്കിലും നമുക്കിതിനെ ചുരുക്കി സെമി ഫൈനൽ എന്ന് വിളിക്കാം. അതായത് ഇതിൽ ജയിക്കുന്നവർക്കായിരിക്കും ഫൈനലിൽ കൊൽക്കത്തയെ നേരിടാനുള്ള അവസരം കിട്ടുക. 1ാം ക്വാളിഫയറിൽ തോറ്റാണ് ഹൈദരാബാദ് ഈ ക്വാളിഫയർ 2ലേക്ക് വീണത്. രാജസ്ഥാനാവട്ടെ എലിമിനേറ്ററിൽ രാജസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് അങ്ങനെ 2ാം ക്വാളിഫയറിന് യോഗ്യത നേടുകയും ചെയ്തു. ഇന്നെന്തായാലും ഇരു ടീമിനും ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ന് തോൽക്കുകയാണെങ്കിൽ പെട്ടിമടക്കാം എന്നതാണ് അവസ്ഥ. എന്തായാലും ഈ മത്സരം നടക്കുന്നത് ചെപ്പോക്കിലാണ്. ക്രിസ്റ്റീനയുടെ പ്രിയപ്പെട്ട ടീം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടാണ്. പക്ഷേ ചെന്നൈ നേരത്തെ തന്നെ പുറത്തായതുകൊണ്ട് തന്നെ മറ്റൊരു 2 ടീമുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അവർക്കാണെങ്കിൽ വലിയ ആരാധകരില്ല. 5:30-ക്കാണ് ഈ ആളുകളെ കയറ്റിവിട്ട് തുടങ്ങിയത്. പക്ഷേ ഒരു 10 മിനിറ്റിനകം തന്നെ എല്ലാവരും കയറി പോകുന്ന ഒരു കാഴ്ച കണ്ട്. നേരത്തെ ചെന്നൈയുടെ മത്സരത്തിനൊക്കെ വന്നപ്പോൾ മണിക്കൂറുകളോളം കാത്തു നിന്നാണ് പലർക്കും കയറാൻ പറ്റിയത്. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. എങ്കിൽ പോലും ഇതുപോലെ ചെന്നൈ ആരാധകരെയും ധാരാളം കാണാം. അവരുടെ ടീം തോറ്റെങ്കിലും സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരം കാണാമല്ലോ എന്ന് കരുതി ചെന്നൈയുടെ ജേഴ്സിയൊക്കെ ഇട്ട് വരുന്ന ആളുകളെയും കണ്ടു. കൂടുതലും പിന്നെ കാണുന്നത് ഹൈദരാബാദ് ടീമുകാരെയാണ്. കാരണം ഒരു സൗത്ത് ടീം വിജയിക്കട്ടെ എന്നൊക്കെ തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും സഞ്ജു ആരാധകരും ഒട്ടും കുറവല്ല. അങ്ങനെ എന്തായാലും ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത്. മത്സരത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ ഇന്നൊരു വലിയ ബാറ്റിംഗ് പ്രകടനം കാണാൻ സാധിക്കുമെന്ന് എന്നുള്ളതിൽ വലിയ സംശയമുണ്ട്. കാരണം ഒരു പരമ്പരാഗതമായ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചാണ്. ഇന്ന് അശ്വിനും ചഹലിൻ്റെയും റോൾ തന്നെയാണ് വളരെ പ്രധാനം. അവർക്ക് ട്രാവിസ് ഹെഡിനെയും അഭിഷേക് ശർമ്മയും പിടിച്ചു കെട്ടാനായാൽ രാജസ്ഥാൻ എന്തായാലും ഒരു ജയപ്രതീക്ഷയാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്. വൈകുന്നേരം 7:30-ക്ക് മുമ്പ് കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ കാണികളുടെ പ്രതികരണങ്ങളും ഒക്കെ ആയി എത്തുക. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാവുകയാണ്.